നമസ്കാരം. ബിന്ദുവിൻ്റെ സ്വപ്നം സാഫല്യത്തിലേക്ക്. ആശ്വാസമായത് കാന്തല്ലൂർ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് അസോസിയേഷൻ്റെ ഇടപെടൽ. മറയൂർ നാച്ചുവേൽ സ്വദേശി ദേവകുമാർ ലക്ഷ്മി ദമ്പതികളുടെ മൂത്ത മകളാണ് ബിന്ദു. കാര്യമായ ശാരീരിക വിഷമതകൾ അനുഭവിക്കുമ്പോഴും സ്കൂളിൽ പോകാനും പഠിക്കാനും ബിന്ദു വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. മകളെ സ്കൂളിലെത്തിക്കാൻ മാതാപിതാക്കൾ അനുഭവിച്ചു വന്നിരുന്ന ബുദ്ധിമുട്ടുകൾ വിവരണാതീതമായിരുന്നു. അരയ്ക്ക് താഴേക്ക് തളർന്ന നിലയിലായിരുന്നു ബിന്ദുവിൻ്റെ ജനനം. താമസ സ്ഥലത്തു നിന്നും സ്കൂളിലേക്ക് ഏകദേശം 3 കിലോമീറ്ററോളം ദൂരമുണ്ട്. 14 വയസ്സുള്ള ബിന്ദുവിനെ തോളിൽ ചുമന്നാണ് ഇവർ സ്കൂളിൽ എത്തിച്ചിരുന്നത്. ചെറുകടികളും ചായയും മറ്റും വിറ്റാണ് ദമ്പതികൾ ഉപജീവനത്തിനുള്ള വക കണ്ടെത്തിയിരുന്നത്. സാമ്പത്തിക പരാധീനതകൾ മൂലം മകളെ സുരക്ഷിതമായി സ്കൂളിലെത്തിക്കാൻ കഴിയുന്ന വാഹനം വാങ്ങാൻ ഇവർക്ക് ഇതുവരെ സാധിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കുടുംബത്തിൻ്റെ ദയനീയ സ്ഥിതി വ്യക്തമാക്കി മറയൂർ വിഷൻ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സംഘടന ബിന്ദുവിനെ സ്കൂളിലെത്തിക്കാൻ കഴിയുന്ന വാഹനം വാങ്ങുന്നതിലേക്കായി സാമ്പത്തിക സഹായം എത്തിച്ചു നൽകിയത്. 86,000 രൂപയുടെ ചെക്ക് ഇന്നലെ അസോസിയേഷൻ ഭാരവാഹികൾ വീട്ടിലെത്തി ബിന്ദുവിന് കൈമാറി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വളരെ ഏറെ പ്രതീക്ഷിച്ച ഒരു ചെറിയ തുക ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് അസോസിയേഷൻ കാന്തല്ലൂരിന്റെ വക നമ്മളെ എല്ലാവരും സാധുക്കളെ സഹായിക്കാവുന്ന ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഈ മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹോം സ്റ്റേയിലെ മീറ്റിങ്ങിൽ എല്ലാവരും ആവശ്യപ്പെട്ടതനുസരിച്ച് അവർക്കൊരു വണ്ടിയില്ല, വാഹനമില്ലാതെ സ്കൂളിൽ പോകാൻ പറ്റാത്ത നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് അറിയുകയും ചെയ്തു. ആ രീതിയിൽ വരുമ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ട സൗകര്യം ഒരു ഓട്ടോറിക്ഷയാണ് ആവശ്യപ്പെട്ടത്. അപ്പം ഞങ്ങൾ കളക്ട് ചെയ്ത ഈ ഫണ്ടും ബാങ്കിൽ നിന്നുള്ളൊരു കൂടെ ആയിട്ട് അവർക്ക് ലോൺ എടുത്തൊരു വണ്ടി മേടിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള ഹോം സ്റ്റേയുടെ ഇതിൽ 86,000 രൂപയുടെ ഒരു ചെക്കാണ് ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത്. അത് അവർക്കൊരു ഉപയോഗകരമായി മാറട്ടെ. ഇനിയും നമ്മളെ കൊണ്ട് സഹായിക്കാവുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കാന്തല്ലൂർ ഹോം സ്റ്റേ ആൻഡ് ടൂറിസം അസോസിയേഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചെക്ക് നൽകുന്നത്. സംഘടനയുടെ ഇടപെടലിൽ സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമെന്നും ബിന്ദു പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് സഹായിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഞാൻ നന്നായിട്ട് പഠിക്കും. എനിക്ക് സഹായിച്ച എല്ലാവർക്കും നന്ദി. തുടർന്നും അർഹതപ്പെട്ടവർക്ക് സഹായം എത്തിക്കാൻ ശ്രമിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കാന്തല്ലൂർ ഹോം സ്റ്റേ ആൻഡ് ടൂറിസം അസോസിയേഷൻ്റെ ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ പുതിയ ഭരണസമിതി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് മുന്നേ ആൾക്കാരെ സഹായിക്കുമായിരുന്നു ടൂറിസം അസോസിയേഷൻ. എന്നാലും നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്കാരും അവരുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കണം എന്ന ഞങ്ങളുടെ ബൈലോയിലെ തീരുമാനം അനുസരിച്ച് ഞങ്ങൾ കുട്ടിയുടെ വിവരം അറിഞ്ഞു. മറയൂർ വിഷനിലൂടെയാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പം എല്ലാ സുഹൃത്തുക്കളും പെട്ടെന്ന് പൈസ ഇട്ട് കുട്ടിക്ക് ഇത്ര പൈസ നൽകാനുള്ള സൗകര്യം ഉണ്ടായി. ഇനി എന്ത് കാര്യങ്ങൾക്കും ഞങ്ങൾ സഹായിക്കും. ഞങ്ങളുടെ സഹായം എപ്പോഴും ഉണ്ടാവും. നന്ദി, നമസ്കാരം. കാന്തല്ലൂർ ഹോം സ്റ്റേ അസോസിയേഷൻ പുതിയ ഭരണസമിതി ഏറ്റെടുത്ത ശേഷം ആദ്യമായിട്ട് നടത്തുന്നൊരു സംരംഭമാണ്. അതും വെറും ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിജയകരമായിട്ട് എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി ആ കുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. അതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഇനിയും ഇതുപോലുള്ള സംരംഭങ്ങളിൽ ഞങ്ങൾ പരിപൂർണമായിട്ടും അത് ചെയ്യുമെന്നുള്ള വാഗ്ദാനത്തോടു കൂടി നന്ദി, നമസ്കാരം. പ്രസിഡന്റ് പി ടി തങ്കച്ചൻ, സെക്രട്ടറി പ്രതീഷ് മണി, ഖജാൻജി അനീഷ് എന്നിവരുൾപ്പെടെ സംഘടനയുടെ ഒട്ടുമിക്ക ഭാരവാഹികളും ചടങ്ങിൽ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.